ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പൂക്കളും ഡെക്കറേറ്റീവ് പ്ലാന്റ്സും ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ഒക്കെ മിസ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെക്കറേറ്റീവ് ഫ്ലവർ ആണ് കേട്ടോ. നല്ല രസമില്ല ഈ ഒരു പ്ലാന്റും ഈ ഒരു ഫ്ലവറും കാണാനായിട്ട്. ഇതിൻ്റെ കളറ് പോലെ തന്നെ ഇതിൻ്റെ പേര് പിങ്ക് റെയിൻ ലില്ലി എന്നാണ് കേട്ടോ. ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഇത് നല്ല പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരിക. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു കുളിർമയാണ്. ഇത് മഴ ലില്ലി, മെയ് ഫ്ലവർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു അലങ്കാര സസ്യമാണ്. അതേപോലെ തന്നെ 15 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ചെടിയാണ് കേട്ടോ ഇത്. ഈ ചെടിക്ക് നെല്ലോലകളോടൊക്കെ സാമ്യമുണ്ട്. ഇതിൻ്റെ ഇലകളാണെങ്കിൽ നല്ല മിനുസമുള്ളതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ്. ഉള്ളിയോട് സാമ്യമുള്ള വിത്തുകളുടെ കൂട്ടം വേനൽക്കാലത്ത് സുഷുപ്താവസ്ഥയിൽ മണ്ണിനടിയിൽ സ്ഥിതി ചെയ്യുന്നു. അതേപോലെ മഴക്കാലാരംഭത്തോടെ മുളച്ച് കൂട്ടമായി പുഷ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇലകൾക്കിടയിൽ നിന്ന് തണ്ട് നീണ്ടിട്ട് അതിലൊരു പുഷ്പം എന്ന രീതിയിൽ പുഷ്പിക്കുന്ന ഈ ചെടി മഴ ലില്ലി വിഭാഗത്തിൽപ്പെട്ടതാണ്. റോസ് മഴ ലില്ലി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മറ്റ് ലില്ലി ചെടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ റോസ് മഴ ലില്ലിയുടെ പൂക്കളൊക്കെ വളരെ ചെറുതാണ്. ഇതിലുള്ള പൂക്കൾ ഒരാഴ്ചയെ നിൽക്കുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാടിപ്പോകും. പിന്നെ പുതിയ കാണ്ഡങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് പുതിയ പൂവുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കാലവർഷം അവസാനിക്കുന്നതോടെ ഈ ചെടി ഉണങ്ങും. അതുപോലെ വർഷ ആരംഭത്തിൽ വീണ്ടും മണ്ണിനടിയിൽ നിന്ന് വിത്ത് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് മുളച്ച് കൂട്ടമായിട്ട് വീണ്ടും നമുക്ക് പൂക്കളൊക്കെ ആയിട്ട് കിട്ടും. ധാരാളം പൂക്കൾ കിട്ടും. ഇത് ക്യൂബ, പോർട്ടോ റിക്കോ എന്നീ കരീബിയൻ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ഉത്ഭവം എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, പസഫിക് ദ്വീപുകൾ തുടങ്ങിയ ഒട്ടുമിക്ക മേഖലകളിലും ഇവ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കെയറൊന്നും ആവശ്യമില്ലാത്ത ഈ ഒരു ചെടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.